നമസ്കാരം. രാഷ്ട്രീയ പാർട്ടി ഏതുമാകട്ടെ, അവർ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് വിളിച്ചു പറയുക തന്നെ വേണം. മോദി ചെയ്യുന്നത് കൊണ്ട് കുറ്റമാണെന്നോ മോദി ചെയ്യാത്തത് കൊണ്ട് അത് ശരിയല്ലെന്നോ എന്നൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ചെയ്യുന്നത് മോദിയാണെങ്കിലും പിണറായി ആണെങ്കിലും ആര് ചെയ്യുന്ന നല്ല കാര്യങ്ങളും വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയാണ്, ജനങ്ങളത് അറിയുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പുതിയ കാര്യം, അസുഖബാധിതരായിട്ടെത്തുന്നവർ, അതായത് അസുഖം എന്തുമാകട്ടെ, 70 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് സൗജന്യമായ ചികിത്സ നൽകാൻ പോകുന്നു. മൂന്നാം മോഡി സർക്കാരിൻ്റെ വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ്. മൂന്നാം മോഡി സർക്കാരിൻ്റെ വിപ്ലവകരമായിട്ടുള്ള തീരുമാനത്തിന് രാജ്യത്തിൻ്റെ കയ്യടി തന്നെ ലഭിക്കുകയാണ്. കാരണം 70 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാർക്ക് സൗജന്യ ചികിത്സ. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കുമെന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അറിയിച്ചിരിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുർമു. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമാണ് സൗജന്യ ചികിത്സ നടപ്പിലാക്കാൻ പോകുന്നത്. അതിനു വേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ ആകണം. നിയമപ്രകാരമുള്ള ഇന്ത്യൻ പൗരൻ എന്ന് തെളിയിക്കുന്ന സർക്കാർ രേഖകൾ ഉണ്ടാകണം. അതായത് വലിഞ്ഞു കയറി വന്നവർക്ക് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ സൗജന്യ റേഷനും പാർപ്പിടവും കൊടുക്കും പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആനുകൂല്യം കിട്ടില്ല. 70 കഴിഞ്ഞാൽ സൗജന്യ ചികിത്സ ഇനി ഓരോ പൗരൻ്റെയും പ്രിവിലേജാണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയാണ് നൽകാൻ പോകുന്നത്. അത് രാഷ്ട്രപതി കൂടി പറഞ്ഞു കഴിഞ്ഞു. സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഉണ്ടായത്. രാഷ്ട്രപതി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയപരിപാടികൾ അവതരിപ്പിക്കുമ്പോഴായിരുന്നു ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായത്. നമുക്കറിയാമല്ലോ, പ്രായമായാൽ കാരണവന്മാരെ വലിച്ചെറിയും, അനാഥശാലകളും വൃദ്ധമന്ദിരങ്ങളും ഇനി അവരെ താങ്ങി നിർത്തുന്നതായിരിക്കും ഭാരതത്തിൻ്റെ രീതി. ചികിത്സ നൽകും, സർക്കാർ നൽകും. ഇതിൽ സർക്കാർ ആശുപത്രി ചികിത്സ എന്നർത്ഥമില്ല. 70 കഴിഞ്ഞാൽ വൃക്ക രോഗം, കരൾ, ഹൃദ്രോഗം, ക്യാൻസർ, അങ്ങനെ എല്ലാ മാരക രോഗം ഉൾപ്പെടെ ചികിത്സ. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ വൃക്കരോഗ, കരൾ രോഗ, ഹൃദ്രോഗ, ക്യാൻസർ ചികിത്സകൾ മറ്റും ലഭ്യമല്ല. ഗുരുതര രോഗങ്ങളെല്ലാം കേരള സർക്കാർ കൈയൊഴിയുകയാണ്. ഇങ്ങനെ വരുമ്പോൾ രോഗികളും നന്മമരങ്ങളും നാട് നീളെ തെണ്ടിയും പിരിച്ചും ആണ് പോകുന്നത്. ഇപ്പോൾ 70, ഓരോ വർഷവും അത് 60, 50 എന്നാക്കി 2035 ആകുമ്പോൾ വികസിത രാജ്യം പോലെ എല്ലാവർക്കും സൗജന്യ ചികിത്സ നടപ്പാക്കാൻ കഴിയും. രാജ്യത്ത് 25,000 ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു, അതിവേഗം പുരോഗമിക്കുകയാണ് എന്നും പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറയപ്പെടുന്ന പദ്ധതി പ്രകാരം 55 കോടി ഗുണഭോക്താക്കൾക്ക് സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുകയാണ് എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഈ വിഷയത്തിൽ സർക്കാർ മറ്റൊരു തീരുമാനമെടുക്കാൻ പോകുന്നു. അതായത് ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ വൃദ്ധർക്കും ആയുഷ്മാൻ ഭാരത് യോജനയുടെ കീഴിൽ സൗജന്യ ചികിത്സയുടെ ആനുകൂല്യമാണ് ലഭിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ബാക്കിയുള്ള കാലങ്ങളിൽ മറ്റുള്ളവർക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 12 കോടി കുടുംബങ്ങൾക്ക് സെക്കൻഡറി, ടെറിഷറി കെയർ ഹോം ഹോസ്പിറ്റലൈസേഷൻ, ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകാൻ ലക്ഷ്യമിടുന്നു. കൂടാതെ രാജ്യത്തുടനീളം 25,000-ലധികം ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇതൊക്കെയാണ് പുതിയ പദ്ധതികൾ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ എന്ന് പറയപ്പെടുന്നത് രാജ്യത്തെ ഏകദേശം 55 കോടിയിലധികം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇനിയും അത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ പൊതുജന നിക്ഷേപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഓരോ കുടുംബത്തിനും പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ സേവനത്തിൻ്റെ ഗുണഫലം 12 കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പറയുന്ന ABPMJY എന്ന് പറയപ്പെടുന്ന 12 കോടി ജനങ്ങൾക്ക് സെക്കൻഡറി ചികിത്സയ്ക്കും അടുത്ത ഘട്ട ചികിത്സയ്ക്കും സൗകര്യമുള്ള ആശുപത്രികളിൽ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളുടെ ഉത്തരവാദിത്വത്തോടുകൂടി സംസ്ഥാന ആരോഗ്യ ഏജൻസികൾക്കാണ് ഈ പദ്ധതിക്കായിട്ടുള്ള ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഉള്ളത്. കൂടാതെ ഈ ആയുഷ്മാൻ ഭാരത് രാജ്യത്തെ 10 കോടിയോളം വരുന്ന പാവപ്പെട്ടവർക്കായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ആ പദ്ധതി രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന, സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്നീ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ കീഴിലാണ് ഇത് വരുന്നത്. 5 ലക്ഷം രൂപ വരെ ഈ പദ്ധതി പ്രകാരം ചികിത്സകൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇവിടെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ സംയോജനയുടെ കീഴിൽ വരുന്ന ഇത് PMJ എന്ന് അറിയപ്പെടുന്നു. കൂടാതെ ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ്റെ കീഴിൽ 5 ലക്ഷം രൂപ വരെ പാവപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി ലഭിക്കുന്ന പദ്ധതി രാജ്യത്തെമ്പാടുമുള്ള സർക്കാർ പ്രൈവറ്റ് ആശുപത്രികൾ പണം നൽകാതെ തന്നെ
ചികിത്സ നേടാൻ സഹായിക്കുന്ന പദ്ധതിയൊക്കെയാണിത്. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി. ചികിത്സാ ചെലവ് കുറയ്ക്കുവാൻ സർക്കാർ നൽകുന്ന മുൻകൂട്ടിയുള്ള നിർദ്ദേശപ്രകാരമായിരിക്കും പാക്കേജുകൾ ആശുപത്രികളിൽ നടപ്പാക്കുക എന്നുള്ളതാണ്. ഈ പദ്ധതി സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് നടപ്പാക്കുക. ചികിത്സാ ഫണ്ടുകൾ കൃത്യസമയത്ത് ലഭിക്കുവാൻ കേന്ദ്രത്തിൽ നിന്നും ആയുഷ്മാൻ ഭാരത് നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷനിലൂടെ സംസ്ഥാന ഹെൽത്ത് ഏജൻസികൾക്ക് ഒരു പ്രത്യേക എക്സോ അക്കൗണ്ടിലൂടെ പണം എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിനാൽ പണം ലഭ്യമാകാത്തത് മൂലം ചികിത്സ ലഭ്യമാകാതിരിക്കുകയോ വൈകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഈ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയോ ഏതെങ്കിലും നിലവിലുള്ള ട്രസ്റ്റുകളെയോ സൊസൈറ്റികളെയോ ആശ്രയിക്കാം എന്നുള്ളതാണ്. ഇതല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഏജൻസി ഇത് നടപ്പാക്കാൻ വേണ്ടി സ്ഥാപിക്കുകയും ചെയ്യാം. കേന്ദ്രതലത്തിൽ ഈ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. ഇതിനുള്ള ചിലവ് എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് വഹിക്കേണ്ടത്. ആകെയുള്ള ചിലവിൻ്റെ പ്രീമിയം കേന്ദ്ര സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം ഇൻഷുറൻസ് കമ്പനികൾ വഴിയാണ് അത് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. ഈ സ്കീമിൻ്റെ ഗുണമെന്ന് പറയപ്പെടുന്നത് പിന്നോക്ക കുടുംബത്തിൽ നിന്നുള്ള 10.74 കോടി ആളുകൾക്കും കുടുംബത്തിന് ലഭിക്കും. ഇത് പ്രകാരം സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലും ഇത് നടപ്പാക്കേണ്ട അത്യാവശ്യകതയുണ്ട്. അത് നടപ്പാക്കാൻ പോകുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയാണ് ഇതിലൂടെ ലഭിക്കുക. അതായത് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഇത് ഒരാൾക്ക് മാത്രമോ കുടുംബത്തിലെ പലർക്കായിട്ടോ ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ 40% പേർക്കും ഇത് പ്രകാരമുള്ള ഗുണം ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നെഗറ്റീവ് ലിസ്റ്റിലുള്ള ആശുപത്രികൾ ഒഴികെയുള്ള സെക്കൻഡറി ടെറിട്ടറി ആശുപത്രി ചിലവുകൾക്ക് ഈ പദ്ധതി പ്രകാരം ഗുണം ലഭ്യമാകും. ഇത് ആരോഗ്യമേഖലയിൽ എല്ലാവർക്കും പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഈ പദ്ധതി പ്രകാരം കൂടുതൽ പേർക്ക് തൊഴിലും ഒപ്പം തന്നെ ചികിത്സാ സഹായവും ലഭ്യമാകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏത് പ്രായക്കാർക്കും കുടുംബത്തിലെ എത്ര അംഗങ്ങൾക്ക് വേണമെങ്കിലും ഈ പദ്ധതിയുടെ ഗുണം ലഭ്യമാകുകയും ചെയ്യും. നിലവിൽ ഏത് അസുഖങ്ങളെങ്കിലും ഈ പദ്ധതി വഴി ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപായിട്ട് 3 ദിവസത്തെ ചിലവുകളും ഒപ്പം തന്നെ അഡ്മിറ്റ് ആയ ശേഷം 15 ദിവസത്തോളം വരുന്ന ചിലവുകളും കൂടാതെ മരുന്നുകളും പരിശോധനയും ഉൾപ്പെടെ ഈ പദ്ധതിയുടെ കീഴിൽ വരികയാണ് ചെയ്യപ്പെടുന്നത്. ഇത് രാജ്യത്തെമ്പാടും പോർട്ട് ചെയ്യാവുന്ന തരം ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടും മുൻപും ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പദ്ധതിയിലേക്ക് പൂർണ്ണമായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ എല്ലാവർക്കും, അതായത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായമാണ് നടപ്പാക്കാൻ പോകുന്നത്. NDA സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ ഇത് 70 വയസ്സ്, ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ അത് 60 വയസ്സിലേക്കും പിന്നെ അത് 50 വയസ്സിലേക്കും 2035 30 വയസ്സിലേക്കും മാത്രമല്ല എല്ലാവർക്കും പൂർണ്ണമായിട്ടും സൗജന്യ ചികിത്സ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് പല വികസിത രാജ്യങ്ങളിലും കാണുന്നത് പോലെ സൗജന്യ ചികിത്സാ സമ്പ്രദായത്തിലേക്ക് മാറുവാനുള്ള ഒരു തുടക്കമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം.